സുരേഷിന്റെ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ അടുക്കള. ഇതൊരു കുഞ്ഞടുക്കളയല്ലേ? എന്നാലും ചെറുതാണെങ്കിലും ഓപ്പൺ അടുക്കള, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ചെറിയ അടുക്കള മതി, ഇത്രയും മതി. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നാലും അതൊക്കെ ചെയ്താൽ മതി. എന്താണ് പക്ഷെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇത് മറ്റേ ഇതാണേ, ഈ ഓപ്പൺ കിച്ചൺ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ ആക്കിയാൽ മതി. ചെറിയ വീട്, നല്ല ഭംഗിയാണ്. പക്ഷെ ഇപ്പൊ ഈ ഓപ്പൺ കിച്ചൺ മാറ്റാൻ നോക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു മാറ്റണ്ടെന്ന് പറഞ്ഞു. ആ അതന്നെ, കാരണം നമുക്കിത് പിന്നീട് മാറ്റുമ്പോഴേ നമുക്കൊരു ഇതല്ലേ തോന്നണം അല്ലേ? പിന്നീട് മാറ്റുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ആദ്യം ആ അതന്നെ, ഇനിയിപ്പോ ഇവിടെ അടച്ചു കെട്ടുമ്പോഴേ അത് ബുദ്ധിമുട്ടാണ്. അല്ല അല്ല കാണുന്നവരൊക്കെ പറഞ്ഞ ഇഷ്ടപ്പെടുന്നു. പക്ഷേ പിന്നെ പണിയൊന്നും കഴിയാത്തവരനെ നമുക്കൊരു അതല്ലേ. എനിക്ക് എപ്പോഴും പണ്ട് എനിക്കൊരു ചെറിയ അടുക്കളയായിരുന്നു ഇഷ്ടം. വലിയ അടുക്കള ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പൊ വന്നതിൽ സന്തോഷമുണ്ട്. അപ്പൊ ഇനി 2:45 വണ്ടി ഉണ്ട്. ആ വണ്ടിക്ക് പോകണ്ട? അപ്പൊ ചായ പിടിച്ചിട്ട് പോവാം. അതെ, അപ്പൊ ചായ പിടിച്ചിട്ട് പോവാം. കടി എന്താ മേടിക്കണ്ട? നെയ്യപ്പം, ഉണ്ടംപൊരി, പഴംപൊരി, പരിപ്പോട അതാണോ? എന്താണ് വേണ്ടത്? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട സാധനം എന്താണ്? കണ്ടിട്ടുണ്ട് ഞാൻ. അതെന്ത് സാധനം? അത് വേണം എനിക്ക്. തരൂ? വേണം. പേര് പറ. തരൂന്ന് പറഞ്ഞാൽ ഞാൻ പേര് പറയാം. തരൂന്ന് പറഞ്ഞാൽ ഉറപ്പ് പറയണം. എന്നാ പേര് തരൂന്ന് പറഞ്ഞാലിപ്പോ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് തരാം. തരുമല്ലോ? ആ, തനിക്ക് ഉപകാരപ്പെടുമെങ്കിൽ തരാം. എനിക്ക് ഞാൻ നോക്കിയിട്ട് ഇവിടെ തനിക്ക് ഉപകാരപ്പെടണമെന്ന് കാണില്ല. ഞാൻ നോക്കിയിട്ട് ഇവിടെ തനിക്ക് ഉപകാരപ്പെടണമെന്ന് കാണില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. കണ്ടിട്ടുണ്ടോ? അതെന്താണാവോ? പേര് പറയോ? പേര് പറയോ? തൊട്ട് കാണിച്ചാലോ? അപ്പം ഞാൻ പോയേ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരണം. പരിപ്പോട്ടെ, നെയ്യപ്പോ, പഴംപൊരിയൊക്കെ മേടിക്കണ്ടേ? അല്ല, ആദ്യമായിട്ട് വീട് കാണാൻ വന്നിട്ട് അതാ ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് അതെ. അതെന്താണ്? ഉപകാരപ്പെടുന്ന സാധനമാണോ? അതെ, ഉപകാരപ്പെടണമെങ്കിൽ തരാം. അതെന്താണ്? ഉറപ്പായിട്ടും തരും. താൻ്റെ ഫ്രണ്ടല്ലേ ഇടൂ. പിന്നെ ഒരു തനിക്ക് ഉപകാരപ്പെട്ട സാധനം എനിക്ക് ഉപകാരപ്പെട്ട സാധനമാണ്. അപ്പോൾ പിന്നെ അത് തനിക്ക് ഉപകാരപ്പെട്ടുള്ളൂ. ഞാൻ തരാമല്ലോ. അതിനെന്താണ്? ഉറപ്പ്. ആ കാണിച്ചാ? കാണിച്ചാ? ഇല്ലെങ്കിൽ കൊണ്ടുപോകും. അയ്യോ, ഗ്യാസ് കിട്ടിയാ? ഇതാണ് ഏറ്റവും ആവശ്യം. ദൈവമേ, അപ്പൊ പണി കിട്ടിയാ? അതെ, ഒരാളോട് വാക്ക് പറയുമ്പോ സൂക്ഷിച്ചും കണ്ടും പറയണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇരിക്കും. എന്നാൽ ഇതൊരു ഞാൻ കൊണ്ടുപോകും. ഇതും കൊണ്ടേ ഞാൻ പോകും. ഇതൊരു ഭയങ്കര വാക്കായി പോയിട്ടാ. വാക്ക് പറയുമ്പോ സൂക്ഷിച്ച് വാക്ക് പറയണം. മനസ്സിലായോ? ഇത് കണ്ട, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇത് കൊടുക്കണോ? വാക്ക് പറഞ്ഞതാണല്ലോ. ഒന്നും പറയണ്ട, ഇതൊന്ന് തന്നോട് അത്രേ ഉള്ളൂ. ഗ്യാസ് വരുമെന്ന് പ്രതീക്ഷിക്കാല്ലേ? ഇനി വരുമെന്ന് പറയണ്ട പെട്ടെന്ന് അല്ലേ? വരായിരിക്കും അല്ലേ? അതൊക്കെ കണ്ടറിയണം. ദൈവമേ, കണ്ടറിയണം. അങ്ങനെയൊക്കെ പേടിപ്പിക്കല്ലേ? എന്തായാലും ഇതുകൂടെ എനിക്ക് കൊണ്ടേ വെച്ചതിന് എനിക്ക് സമാധാനായി. അത് ശരി. ഞാൻ വിചാരിച്ചു വല്ല വേറെ എന്തെങ്കിലും ആണ് വിചാരിച്ചു, വല്ല പാത്രങ്ങളൊക്കെ വിചാരിച്ചു. എന്തായാലും എന്റെ ഫ്രണ്ട് വാക്ക് പഠിച്ചു. ഞാൻ അത് കൊണ്ടുപോകട്ടാ. ദൈവമേ, ഇത് നല്ലൊരു വാക്കായി പോയി. എന്തായാലും പാലിച്ചത്. ഞാൻ വണ്ടി വിളിക്കാൻ പോവാണേ. അല്ല, നിന്നേ കാര്യമായിട്ട് പറഞ്ഞതാണോ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണേ. ദൈവമേ.